നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. 100 ദിനം പിന്നിട്ട് ജനക്ഷേമത്തിന് ഊർജ്ജസ്വലമായ തുടക്കം. കോതമംഗലത്ത് UDF സർക്കാരിന്റെ പ്രവർത്തന വിജയം നേതാക്കളും അണികളും ചേർന്ന് ആഘോഷമാക്കി. ആദ്യ 100 ദിനങ്ങൾ കൂടുതൽ ജനക്ഷേമ പദ്ധതികളിലേക്കുള്ള ശക്തമായ തുടക്കമാണെന്ന് ഷിബു തെക്കുംപുറം MLA പറഞ്ഞു. UDF സർക്കാരിന്റെ 100 ദിന പ്രവർത്തനങ്ങളുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ MLA ഓഫീസിൽ കേക്ക് മുറിച്ച് ആഘോഷം നടത്തി. ജനക്ഷേമത്തിനും വികസനത്തിനും സാമൂഹിക സുരക്ഷയ്ക്കും ഊന്നൽ നൽകി ആദ്യ 100 ദിനങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്താൻ സർക്കാരിന് കഴിഞ്ഞതായി MLA ഷിബു തെക്കുംപുറം പറഞ്ഞു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്രയൊരുക്കിയ പ്രിയദർശിനി പദ്ധതി, ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനുള്ള തൂഫാൻ പദ്ധതി തുടങ്ങിയവ സർക്കാരിന്റെ പ്രധാന ഇടപെടലുകളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് കേക്ക് മുറിച്ച് നമ്മുടെ നിയോജനത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. കഴിഞ്ഞ 18-ാം തീയതിയാണ് ഈ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ആദരണീയനായ VD സതീശന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. കഴിഞ്ഞ 100 ദിവസം കൊണ്ട് ഒരു പുതിയ യുഗം സൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കുക ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. തിളക്കമാർന്ന പരിപാടികൾ ആവിഷ്കരിക്കുവാനും ജനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുമുള്ള തുടക്കമാണ് കഴിഞ്ഞ 100 ദിവസം കൊണ്ട് നമുക്ക് നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞത്. സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് വലിയ നേതൃത്വം കൊടുത്തുകൊണ്ട് തൂഫാൻ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഫലപ്രദമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ദുരിതമനുഭവിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതും ഈ സർക്കാരിന്റെ വലിയ നേട്ടമാണ്. എല്ലാ തരത്തിലും ജനങ്ങൾക്ക് ഓണം സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ആഘോഷിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു അവസരം ഈ സർക്കാർ ഒരുക്കി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട നേട്ടം എന്ന് പറയുന്നത്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി ഇടപെടലുകൾക്ക് തുടക്കം കുറിച്ച ആദ്യ 100 ദിനങ്ങൾ കൂടുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങളിലേക്കുള്ള ശക്തമായ തുടക്കമാണെന്നും MLA വ്യക്തമാക്കി. UDF കൺവീനർ ബോബൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം AG ജോർജ്, UDF ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനയ്ക്കൽ, ബാബു ഏലിയാസ്, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AT പൗലോസ്, മുസ്ലിം ലീഗ് നേതാക്കളായ ഇബ്രാഹിം കവല, PK മൊയ്തു, PM സക്കറിയ, DCC സെക്രട്ടറിമാരായ MS എൽദോസ്, അബു മൊയ്തീൻ, ജേക്കബ് ഗ്രൂപ്പ് നേതാക്കളായ EM മൈക്കിൾ, മാത്യു ജോസഫ്, മുൻ KPCC എക്സിക്യൂട്ടീവ് അംഗം KP ബാബു, RSP നേതാവ് AC രാജശേഖരൻ, വിവിധ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ, UDF നേതാക്കളും പ്രവർത്തകരും ആഘോഷത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.